കെ സുധാകരൻ തുനിഞ്ഞിറങ്ങുകയാണ്. അതായത് KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് സുധാകരനെ മാറ്റാൻ ചരടുവലികൾ നടത്തിയത് മുഴുവൻ KC വേണുഗോപാലനാണ്. അത് സുധാകരന് നന്നായിട്ട് അറിയാം. പക്ഷേ KCയെ വെട്ടിക്കൊണ്ട് സുധാകരന്റെ ശിഷ്യൻ സണ്ണി ജോസഫ് ഇന്നലെ ചുമതലയേറ്റു. ഈ KC വേണുഗോപാലിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് മുഖ്യമന്ത്രി സ്ഥാനം മാത്രമാണ്. പാർട്ടി വളരണമോ അല്ലെങ്കിൽ പാർട്ടി നന്നായി പ്രവർത്തിക്കണമോ, പാർട്ടി ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കും, ഇതൊന്നും KC സംബന്ധിച്ച ഒരു വിഷയമല്ല. KC വേണുഗോപാലിനെ സംബന്ധിച്ച് ഹൈക്കമാൻഡിന്റെ ഒപ്പം നിന്ന് രാഹുൽ ഗാന്ധിയുടെ പെട്ടി ചുമന്നുകൊണ്ട് മുഖ്യമന്ത്രിയാകണം എന്നുള്ളത് മാത്രമാണ്. പക്ഷേ K സുധാകരനെ സംബന്ധിച്ച് അങ്ങനെയല്ല. അദ്ദേഹം കുറച്ചുകൂടി പാർട്ടി വളരണം എന്നാഗ്രഹിക്കുന്ന ഒരാൾ കൂടിയാണ്. ഇന്നലെ അദ്ദേഹം സ്ഥാനം ഒഴിഞ്ഞപ്പോൾ പറഞ്ഞത്, ഞാൻ ഉണ്ടായിരുന്ന സമയത്ത് ഗ്രൂപ്പിസം ഇല്ലാതാക്കി, ഗ്രൂപ്പിസമാണ് കോൺഗ്രസിനെ തകർത്തത് എന്ന് K സുധാകരൻ പറയാതെ പറയുന്നുണ്ട്. എന്താണ് ഇതിൽ KCക്ക് ഇനി സംഭവിക്കാൻ പോകുന്നത്? കോൺഗ്രസിൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഗ്രൂപ്പിസമായിട്ട് അഭേദ്യമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ് എന്ന് നമുക്ക് കഴിഞ്ഞ കുറേ വർഷങ്ങളുടെ ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. കോൺഗ്രസിൻ്റെ ഗ്രൂപ്പിസം എന്ന് പറയുന്നത് അത് ഒരു ബൂസ്റ്ററാണ്. അതോടൊപ്പം തന്നെ അതിന് തകർക്കുന്നതായിട്ടുള്ള മിസൈലുമാണ് എന്ന് നമുക്കറിയാം. കാരണം ഇത് ഒരേ സമയത്ത് രണ്ട് രീതിയിൽ ആക്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. ഒന്ന്, സംഘടനാ പ്രവർത്തനത്തെ ഊർജ്ജസ്വലമാക്കി മാറ്റാൻ ഗ്രൂപ്പിസം സഹായിക്കും. കാരണം ഗ്രൂപ്പിസത്തിൻ്റെ ഫലമായിട്ടാണ് പലപ്പോഴും കോൺഗ്രസിൻ്റെ കേരളത്തിലുള്ള താഴെക്കെട്ടിലുള്ളതായിട്ടുള്ള ഘടകങ്ങളെല്ലാം അതിശക്തമായിട്ട് പ്രവർത്തിക്കാനായിട്ട് തുടങ്ങുന്നത്. അതൊരു ആവേശമാണ് അവർക്ക്. അത് കോൺഗ്രസിൻ്റെ നല്ല പ്രവർത്തനമായിട്ടാണ് പലരും വിലയിരുത്തുന്നത്. പക്ഷേ ഗ്രൂപ്പിസത്തിൻ്റെ ഒരു തകരാർ എന്ന് പറയുന്നത് മുകൾ തട്ടിൽ ഒരിക്കലും ഐക്യമുണ്ടാകില്ല. ആ ഐക്യമില്ലാത്തതിൻ്റെ ഫലമായിട്ട് കോൺഗ്രസിനെ ഒറ്റക്കെട്ടായി നിന്ന് പ്രവർത്തിക്കാനായിട്ട് പലപ്പോഴും കഴിയാതെ പോകും. ഇപ്പോൾ വന്നിരിക്കുന്ന സാഹചര്യം ഇത് KC വേണുഗോപാൽ വളർത്തിയെടുത്തതോ രൂപപ്പെടുത്തിയെടുത്തതോ എന്ന് നമുക്ക് വ്യാഖ്യാനിക്കാനാവില്ല. കാരണം കുറച്ച് നാളുകൾക്ക് മുമ്പ് തന്നെ KPCC അധ്യക്ഷനായിട്ടുള്ള സുധാകരനും അതേപോലെ തന്നെ കേരളത്തിലെ കോൺഗ്രസിൻ്റെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള VD സതീശനും പല ഘട്ടങ്ങളിലും ഇടയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ആ ഇടച്ചിൽ അവർ സ്വകാര്യമായിട്ട് നടത്തുന്ന ഇടച്ചിലായിരുന്നില്ല. പരസ്യമായിട്ട് പത്രസമ്മേളനങ്ങൾ നടക്കുന്ന സമയത്തൊക്കെ ചിലപ്പോൾ ഒരു ഘട്ടത്തിൽ VD സതീശൻ മൈക്കുകളെല്ലാം VD സതീശൻ്റെ വശത്തേക്ക് തള്ളിവെക്കുന്നു. പിന്നീട് ആ മൈക്കുകൾ സുധാകരൻ്റെ അടുത്തേക്ക് തള്ളിവെക്കുന്നു. അത് വളരെ ചർച്ചയായതായിരുന്നു അവർ തമ്മിലുള്ള ആ സംഭവങ്ങൾ എന്ന് പറയുന്നത്. അതുപോലെ പല ഘട്ടങ്ങളിലും അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്പർദ്ധയിലാണ് എന്ന തോന്നലുണ്ടാക്കുന്ന തരത്തിലേക്ക് ഒരുപാട് കാര്യങ്ങൾ പോയി. അതുമാത്രമല്ല, ശശി തരൂർ കേരളത്തിലേക്ക് മുഖ്യമന്ത്രിയായിട്ട് വരുന്നു എന്ന് തോന്നിയ സമയത്ത് അതിനെതിരെയും കേരളത്തിലുള്ള ഗ്രൂപ്പുകൾ ശശി തരൂരിനെതിരെ പ്രവർത്തിക്കുന്ന കാഴ്ചയുമൊക്കെ നമ്മൾ കണ്ടാണ്. ഇത് സാധാരണ നടക്കുന്ന ഒരു പ്രക്രിയ. പക്ഷേ അതിൽ തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു സംവിധാനമാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ KC വേണുഗോപാലിൻ്റെ നേതൃത്വത്തിൽ ഡൽഹിയിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇന്ത്യയിലെ കോൺഗ്രസിനെ നയിക്കുന്നത്, അതിൻ്റെ നേതൃത്വം എന്ന് പറയുന്നത് ഹൈക്കമാൻഡ് എന്ന പേരിൽ അറിയപ്പെടുന്നതായിട്ടുള്ള ഒരു സംവിധാനമാണ്. ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞാൽ നെഹ്റു കുടുംബം, നെഹ്റു കുടുംബം എന്ന് പറഞ്ഞാൽ സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി. അതിൻ്റെ കൂടെ ഇപ്പോൾ മല്ലികാർജ്ജുന ഖാർഗെ നിർത്തിയിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. യഥാർത്ഥത്തിൽ എല്ലാ തീരുമാനങ്ങളും എടുക്കുന്നത് ഗാന്ധി കുടുംബമാണ്. ഇതാണ് അവരുടെ ഹൈക്കമാൻഡ് എന്ന് പറയുന്നത്. ആ ഹൈക്കമാൻഡിനും ദോഷവുമുണ്ട്, നന്മയുമുണ്ട്. കാരണം കോൺഗ്രസിനെ ഒരു സംഘടനയായിട്ട് ഇന്ത്യയിൽ എമ്പാടും ശക്തിപ്പെടുത്തി നിർത്തുന്നതിൽ ഹൈക്കമാൻഡിൻ്റെ പ്രാമുഖ്യം വളരെ വലുതാണ്. അതേ സമയത്ത് കോൺഗ്രസിനെ ദുർബലപ്പെടുത്തുകയും നശിപ്പിക്കുകയും ചെയ്യുന്നതിലും ഹൈക്കമാൻഡ് എന്ത് ചെയ്യുന്നുണ്ട്? നല്ല പങ്കാളിത്തം വഹിക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. എന്നുവെച്ചാൽ ഒരു ഘട്ടത്തിലത് ബൈൻഡിങ് ഫോഴ്സായിട്ട് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ മറ്റൊരു സമയത്ത് ഡിസ്ട്രാക്റ്റീവ് ഫോഴ്സായിട്ടും അത് ആക്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് കോൺഗ്രസ് എല്ലായിടത്തും വളർന്ന് വലുതായിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി കോൺഗ്രസിൽ നിന്ന് വരുന്ന വാർത്തകൾ എന്ന് പറയുന്നത് സുധാകരനെ മാറ്റും, സുധാകരനെ മാറ്റും എന്ന് പറയുന്ന വാർത്തകളാണ് ഇങ്ങനെ വന്നുകൊണ്ടിരുന്നിരുന്നത്. അതിന് കാരണമായിട്ട് പല ആളുകളും, അതായത് സുധാകരൻ്റെ അനുയായികളായിട്ടുള്ള ആളുകളും അതേപോലെ തന്നെ സാമുദായിക നേതാക്കളുമായിട്ടുള്ള പല ആളുകളും VD സതീശനെയും KC വേണുഗോപാലിനെയൊക്കെ വിളിച്ച് ഈ വിശേഷങ്ങൾ അന്വേഷിച്ച സമയത്ത് അവർ പറഞ്ഞ ഒരു വാചകം എന്ന് പറയുന്നത്, എങ്ങനെയാണ് സുധാകരനെ ഈ സ്ഥാനത്തിരുത്തുക? സുധാകരൻ രോഗിയാണ്, മറവി രോഗമാണ് അദ്ദേഹത്തിന് ബാധിച്ചിരിക്കുന്നത് എന്നാണ് ഇവരെല്ലാവരോടും പറഞ്ഞുകൊണ്ടിരുന്നത്.
അങ്ങനെ മറവി രോഗമുള്ള സുധാകരനെ കോൺഗ്രസിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്നത് ശരിയാണോ എന്നവർ ചോദിക്കുമ്പോൾ അണികളൊക്കെ പറയുന്നത്, അതുപോലെ തന്നെ രണ്ടാം കിട മൂന്നാം കിട നേതാക്കളൊക്കെ പറയുന്നത് എന്താണ്, അതെങ്ങനെ ശരിയാവണം? ഒരു തരത്തിലും ബോധമില്ലാത്ത രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ മറവി രോഗം ബാധിച്ചിരിക്കുന്ന ഒരാൾ, അയാളെ തീർച്ചയായിട്ടും മാറ്റണം എന്നതാണ്. അങ്ങനെ മാറ്റാൻ തീരുമാനിച്ച് വരുമ്പോഴാണ് അദ്ദേഹത്തിനോടൊപ്പം നിൽക്കാനായിട്ട് പാർട്ടിക്കകത്തുള്ള പല നേതാക്കന്മാരും തയ്യാറാണ്. അവർ വിളിച്ച് സുധാകരനോട് പറഞ്ഞു, നീ മാറണ്ട, ഞങ്ങളുണ്ട് നിങ്ങളുടെ പിന്നിൽ എന്ന് ശക്തമായിട്ട് പറയുകയും, അങ്ങനെ സുധാകരൻ പറയും, ഞാൻ മാറില്ല, എന്നെ നീക്കാൻ, എന്നോട് മാറാൻ ആരും ആവശ്യപ്പെട്ടിട്ടില്ല, ഞാൻ വളരെ ഭംഗിയായിട്ട് കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന്. അങ്ങനെ ആ ഗുസ്തി മുറുകിയ സമയത്താണ് കെ.സി. വേണുഗോപാൽ തീരുമാനിച്ചൊരു കാര്യമുണ്ട്, സുധാകരനെ മാറ്റും, അത് നടപ്പിലാക്കണം. ആ നടപ്പിലാക്കാനായിട്ട് എന്ത് വിട്ടുവീഴ്ചയ്ക്കും അവസാനം അവർ തയ്യാറാവുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഈ കെ.സിക്ക് എന്താണ് സുധാകരനോട് ഇത്ര ഒരു കലിപ്പ്? സുധാകരനോട് വ്യക്തിപരമായിട്ടുള്ള കലിപ്പിൻ്റെ പ്രശ്നമല്ല. നേരത്തെ ധന്യ തുടങ്ങുന്ന സമയത്ത് സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്, കെ.സി. വേണുഗോപാലിന് കേരളത്തിലെ മുഖ്യമന്ത്രിയാവണം എന്ന ആഗ്രഹമാണുള്ളത്. എന്നാൽ സുധാകരനെ കേരളത്തിലെ കോൺഗ്രസിനെ ശക്തിപ്പെടുത്തുക എന്ന് പറയുന്ന വികാരമാണുള്ളത്. ഇത് ശരിയാണ്, ആ നിരീക്ഷണം വളരെ കൃത്യമാണ്. സുധാകരൻ എപ്പോഴും കേരളത്തിലെ കോൺഗ്രസിൻ്റെ താഴെ തട്ടിലുള്ള പാർട്ടി പ്രവർത്തകരുമായിട്ട് അഭേദ്യമായിട്ട് ബന്ധം പുലർത്തുകയും അവർക്കൊപ്പം നിൽക്കുകയും അവർക്കൊപ്പം പോരാടുകയും ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് വലിയ അംഗീകാരം കേരളത്തിൽ കോൺഗ്രസ്സുകാർക്കിടയിലുള്ളത്. അദ്ദേഹം കോൺഗ്രസിൻ്റെ അധ്യക്ഷനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം ഉള്ള ആ ഒരു മാസത്തെ പത്രവാർത്തകളും അതേപോലെ തന്നെ മറ്റു കാര്യങ്ങളും പരിശോധിച്ചാൽ ഒരു കാര്യം മനസ്സിലാവും, എന്തൊരു ഊർജ്ജമായിരുന്നു ആ സമയത്ത് കോൺഗ്രസ്സിനുണ്ടായിരുന്നത്. സുധാകരൻ പാർട്ടിയുടെ അധ്യക്ഷനായിട്ട് വന്ന സമയത്ത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ളതായിട്ടുള്ള കോൺഗ്രസ്സുകാർ ആവേശഭരിതരായിരുന്നു എന്നുള്ളതാണ്. എന്നാൽ ഇപ്പോൾ പുതിയ ആൾ അധികാരമേറ്റ സമയത്ത് അതിൻ്റെ സത്യപ്രതിജ്ഞ ചടങ്ങ് കഴിഞ്ഞു. കേരളത്തിലെ കോൺഗ്രസ് ചത്ത് കിടക്കുകയാണ് ചെയ്തത്, ഒരു ജീവനും ആർക്കുമില്ല എന്നുള്ളതാണ്. സണ്ണി ജോസഫ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ദിവസങ്ങൾ ചില പത്രങ്ങളിലൊക്കെ ഇങ്ങനെ സണ്ണി ഡേയ്സ് എന്നൊക്കെ പറഞ്ഞ് വിശേഷണത്തോടുകൂടി പുറത്തൊക്കെ വരും. ഒരു സണ്ണി ഡേയ്സും ഇല്ല എന്നാണ് നമ്മളിപ്പോൾ കാണുന്നത്. എന്ന് വെച്ചാൽ ഒരു വികാരമില്ല, സണ്ണി വന്നു അത്രയേ ഉള്ളൂ. അങ്ങനെയാണ് കോൺഗ്രസ്സുകാർ അതിനെ അതിരേറ്റിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്കറിയാം, സുധാകരനും അതേപോലെ തന്നെ സണ്ണിയും തമ്മിലുള്ളതായിട്ടുള്ള വ്യത്യാസമാണ് അവിടെ നമുക്ക്. സുധാകരൻ ഒരു ജനകീയനായിട്ടുള്ള നേതാവാണ്. പല പ്രശ്നങ്ങളുണ്ടായിരുന്നു കോൺഗ്രസ്. ഇപ്പോൾ വി ഡി സതീശനെ പോലുള്ള ആളുകൾ പലപ്പോഴും സുധാകരൻ പ്രസൻറ്റബിൾ അല്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കോൺഗ്രസ്സിന് മികച്ച ഒരു നേതൃത്വം എന്ന നിലയ്ക്ക് പ്രസൻറ്റ് ചെയ്യാവുന്ന ഒരാളല്ല സുധാകരൻ. മണ്ടനും അതും ഇതൊക്കെ പറയുന്ന ഒരാൾ എന്ന നിലയ്ക്ക് അദ്ദേഹത്തെ വരുത്തിത്തുക, അങ്ങനത്തെ ഒരു ക്യാരക്ടർ ഉണ്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെയൊക്കെ ആത്യന്തികമായിട്ടുള്ള പ്രശ്നം എന്താണ്? സുധാകരൻ ഇപ്പോൾ അത്ര മോശമാണ് എന്ന് ആരും പറയുന്നില്ല. എല്ലാവരും പറയുന്നത് സുധാകര വിജയം എന്ന് പറഞ്ഞ് ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. സുധാകരൻ മാറ്റിയത് സുധാകര വിജയമാണ് എന്ന് പറഞ്ഞിരിക്കുകയാണ്. കാരണം എന്ന് വെച്ചാൽ സുധാകരൻ മാറിയ സമയത്ത് സുധാകരൻ ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എന്തായാലും പോണ പോക്കിനെ അടി കൊടുത്തിട്ട് പോകാം എന്ന് തീരുമാനിച്ച് കെ.സിക്കിട്ട് അടിക്കുകയാണ് ചെയ്തത്. കാരണം കെ.സിയുടെ ഒരു എൻജിൻ എന്ന നിലയ്ക്ക് മുന്നോട്ട് വന്നത് ആൻ്റോ ആൻ്റണി ആയിരുന്നു. സഭയ്ക്ക് താല്പര്യമുള്ള ഒരാൾ, അതേപോലെ കെ.സിക്ക് താല്പര്യമുള്ള ഒരാൾ, കെ.സി പറയുന്നത് കേൾക്കുന്ന ഇവിടുത്തെ ഒരു ഏജൻ്റ് ആയിരിക്കണം എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. അപ്പോൾ സുധാകരനും അതുപോലെ സുധാകരൻ്റെ കൂടെ നിൽക്കുന്നവരും ചോദിച്ചു, എന്താണ് കേരളത്തിലെ കോൺഗ്രസിൻ്റെ ആവശ്യം? കോൺഗ്രസിൻ്റെ ആവശ്യം എന്ന് പറഞ്ഞാൽ ക്രൈസ്തവ നേതൃത്വം വേണം. ആൻ്റോ ആൻ്റണി അതിൻ്റെ പ്രതീകമാണ്. അപ്പോഴാണ് ഇത് പറഞ്ഞ്, ക്രൈസ്തവനെ പോരെ, ഞാനൊരു ക്രൈസ്തവനെ തരാം എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നതാണ് സണ്ണി ജോസഫ്. അതെ, സുധാകരൻ്റെ ക്രൈസ്തവൻ. അങ്ങനെ സുധാകരൻ്റെ ക്രൈസ്തവൻ ഇപ്പോൾ കോൺഗ്രസിൻ്റെ നേതാവായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോഴാണ് അതിൻ്റെ പല സൈസ് ഇളക്കങ്ങളൊക്കെ ഉണ്ടായത്. ഈഴവരാണെന്ന് പറഞ്ഞില്ല, അവരുടെ എവിടെ ഈഴവരെവിടെ എന്ന് ചോദിച്ച് ബഹളം ഉണ്ടാക്കിയ സമയത്ത് അതിന് പരിഹാരമുണ്ട്. നമ്മുടെ പഴയ വയസ്സനായിട്ടുള്ള ഹസൻ ഉണ്ടല്ലോ, എടുത്ത് കളയാം എന്ന് പറഞ്ഞാൽ അയാൾ എടുത്ത് കളഞ്ഞിട്ട് അവിടെ എന്ത് ചെയ്തു, അടൂർ പ്രകാശിനെ ഇരുത്തി. അങ്ങനെ അടൂർ പ്രകാശ് ഈഴവ പ്രകാശം പരത്തിക്കൊണ്ടിരിക്കുകയാണ് ചെയ്തത്. ഇങ്ങനെ വളരെ കൃത്യമായിട്ട് തകർക്കാം എന്ന് കെ.സി ചിന്തിച്ചുകൊണ്ടിരുന്നു. അത് ഫലവത്തായി എന്നാണ് പലരും പറയുന്നത്. പക്ഷേ മറ്റു പലരും പറയുന്നത് ഇതല്ലേ കോൺഗ്രസ്, ജാതി സമവാക്യങ്ങൾ എന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്ത് ഇപ്പോൾ നായർക്ക് നായർ, ഈഴവന് ഈഴവര്, ക്രൈസ്തവന് ക്രൈസ്തവര്, മുസ്ലിമിന് മുസ്ലിം, അല്ലേ, ദളിതന് ദളിതൻ, എല്ലാവരും ഉണ്ടായിരുന്നു. കാരണം പ്രസിഡന്റ്, അതെ, അതാണ് മതേതരത്വം. അതായത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് എന്ന് പറയുന്ന ഒരാൾ, പ്രസിഡൻ്റാണ്
അത് ഈ നമ്മളുടെ ക്രൈസ്തവ നേതൃത്വം എന്ന് പറയുന്നത് സണ്ണി ജോസഫ്. അല്ലേ? അതിന് ഇപ്പം ആരും വർക്കിംഗ് പ്രസിഡന്റുമാരായിരിക്കും വിശ്വനാഥ് എന്ന് പറയുന്ന നായർ. പിന്നെ അതിനൊപ്പം നിൽക്കാനായിട്ട് ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന മറ്റൊരു ഇസ്ലാം പ്രതീകം, ഇസ്ലാം. വിശ്വാസി. മൂന്നാമതായിട്ട് അവിടെ വരുന്ന ഒരാൾ, 3 പേരുണ്ടായിരുന്നില്ല, ആ മൂന്നാമത് വരുന്ന ആൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ക്രൈസ്തവൻ്റെ പ്രശ്നം തീർന്നു, നായരുടെ പ്രശ്നം തീർന്നു, അതേപോലെ തന്നെ ഇസ്ലാമിൻ്റെ പ്രശ്നം തീർന്നു എന്നുള്ളതാണ്. പിന്നെ ഉള്ളത് ദളിതരുടെ പ്രശ്നമാണ്. അതിന് അനിൽകുമാറിനെയും സ്ഥാപിച്ചു. UDF കൺവീനർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഈഴവ പ്രതിഷ്ഠയും നടന്നു. അങ്ങനെ വളരെ മനോഹരവും സുന്ദരവുമായി കാര്യങ്ങൾ പോകുന്നു എന്ന് കോൺഗ്രസ് വിചാരിക്കുകയും കോൺഗ്രസ് അങ്ങനെ ഹാപ്പി ആവുകയും ചെയ്തു.